നിങ്ങളെ ഉപയോഗിച്ച് തീർന്ന പേന എന്ത് ചെയ്യും? എന്താ സംശയം? വലിച്ചെറിയും. ഡോണ്ടു. നിങ്ങളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? അതായത് കരിഞ്ഞു പോയ തീപ്പെട്ടിക്കൊള്ളിൽ നിന്ന് കലാവിരുത്ത് തീർക്കുന്നവനാണ് യഥാർത്ഥ കലാകാരനെന്ന്. കേൾക്കാൻ വഴിയില്ല, കാരണം ഇത് പുതിയ പഴഞ്ചൊല്ല, കഴിഞ്ഞ ആഴ്ച റിലീസ് ആയതുള്ളൂ. നമുക്ക് നമ്മുടെ കാര്യത്തിലും വരാം. എന്ത് തേങ്ങയാണ് ഈ എഴുതാൻ പറ്റാത്ത പേന കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടാവുക. സോ വാട്ട് വി ആർ ഗോണ ഡു ഇസ് എൻഗ്രേവിങ് ആൻഡ് ഷെയ്ഡിങ്. സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സോ ഗൈസ്, നിങ്ങൾ പേന എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല വൃത്തിയാക്കി വേറെ എവിടെയെങ്കിലൊക്കെ കിറുക്കി നല്ലോണം മഷി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം പേന എടുക്കാനായിട്ട്. അല്ല വെച്ച് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല. ഒരു ഭാഗത്ത് മഷി, ഒരു ഭാഗത്ത് പിന്നെ കുഴി, അങ്ങനെയൊക്കെ ആയി വൃത്തിയേടായി പോവും. സോ അത് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ചെറിയൊരു പേര് എഴുതുന്ന ഒരു എന്ത് എഴുതാം, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വഴിയില്ല. സോ നമുക്കിനി അടുത്ത പണിക്ക് നടക്കാം. നമുക്ക് അടുത്തായിട്ട് പെൻസിലാണ് ആവശ്യം. പെൻസിൽ ഒരുപാട് ഷാർപ്പ് ചെയ്യിക്കരുത്, കുറച്ച് യൂസ്ഡ് പോലത്തെ ഒരു പേന മീൻസ് പെൻസിൽ വേണം എടുക്കാനായിട്ട്. നമുക്കിത് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് കണ്ടില്ല ഗൈസ്, പേന ഒരിക്കലും മീൻസ് അതെയോ എനിക്ക് പേന തന്നെ വരുന്നു. പെൻസിൽ ഒരിക്കലും നേരെ പിടിച്ചേക്കരുത്, വൃത്തികേടായി പോവും. കുഴിയിൽ ഒട്ടും മീൻസ് ആ എൻഗ്രേവ് ചെയ്ത ഭാഗത്ത് ഒരിക്കലും പെൻസിൽ വരാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അല്ല വെച്ച് കഴിഞ്ഞാൽ ഏതാണ് എൻഗ്രേവിങ് ഭാഗം ഏതാണ് ഷെയ്ഡ് ചെയ്ത ഭാഗത്തൊന്നും തിരിച്ചറിയാണ്ടാവും. പിന്നെ ഗൈസ്, നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ നമ്മൾ വരച്ച ഭാഗത്ത് മാത്രം വരുന്നത് പോലെ ചെയ്താൽ മതി. ഒരുപാട് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്വയറായിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതായത് ഇങ്ങനെ ഒരു സ്ക്വയറായിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. കുറച്ച് മെനക്കെട്ട പണിയാണ്, ഞാനിപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല, കാരണം വീടിൻ്റെ ലെങ്ത്ത് കൂടിപ്പോവും. നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻഗ്രേവ് ചെയ്ത ഭാഗം മാത്രം മഷിയാവാതെ ബാക്കി ചുറ്റുപാടും മഷിയാക്കിയിട്ട് ആ ഭാഗത്ത് വെളുത്ത നിറം നിലനിർത്തുന്നു എന്ന് മാത്രം. സോ ഇത് സിമ്പിൾ ആർട്ട് വർക്കാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ പേര് എഴുതിയിട്ട് ചെയ്ത് നോക്കുക. സോ എല്ലാവർക്കും ബൈ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ഞാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്.